രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജി ഗോപകുമാർ കൂടി ചേരുന്നു. സ്വാഗതം ഡോക്ടർ ജി ഗോപകുമാർ. ഞാൻ വിനോദ്. നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ മഹാരാഷ്ട്രയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. അവിടെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത്, 288 സീറ്റ്. അതിൽ 233 സീറ്റും BJP സഖ്യം നേടിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ JMM ആണ് പ്രധാനപ്പെട്ട കക്ഷിയായി വരുന്നത്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ പോലും ആ നില നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ വയനാട് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുന്നു. അതുമാത്രമല്ല ചേലക്കരയിൽ LDF സീറ്റ് നിലനിർത്തുന്നു, പാലക്കാട്ടും UDF സീറ്റ് നിലനിർത്തുന്നു. ഈ ഒരു പൊതുവെയുള്ള രാഷ്ട്രീയ നിരീക്ഷണത്തിൽ എന്താണ് ദേശീയ തലത്തിലായാലും സംസ്ഥാനത്തായാലും പൊതുവെ ഒരൊറ്റ കണ്ണോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ കഴിയുമോ ഡോക്ടർ ജി ഗോപകുമാർ? തീർച്ചയായിട്ടും ഇന്ത്യയിലെ സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പരിച്ഛേദം വരുമ്പോൾ ഒറ്റ കാഴ്ചപ്പാടിൽ കൂടി സംസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ച് കാണാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വിധിയിലും വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ഇന്ന് തന്നെ കണ്ടതല്ലോ, ജാർഖണ്ഡിലെ വിധിയും മഹാരാഷ്ട്രയിലെ വിധിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അവിടുത്തെ സമ്പദ്ഘടനയുടെ വ്യത്യാസം, സാമൂഹിക പ്രശ്നങ്ങളുടെ വ്യത്യാസം പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ പ്രതിഫലിക്കും. അസംബ്ലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം വരുന്നത്. പ്രാദേശിക വിഷയങ്ങൾക്ക് അങ്ങേയറ്റ പ്രാധാന്യം വരുന്ന സംസ്ഥാന ഇലക്ഷനിൽ ഈ വെർഡിക്റ്റും ആറ്റിറ്റ്യൂഡ്സും എല്ലാം വളരെ വളരെ വ്യക്തമാവും. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ BJPക്ക് കേരളത്തിൽ നിന്ന് തന്നെ 20% വോട്ട് കിട്ടി. അപ്പോൾ അതേപോലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല എന്നും നമുക്കറിയാം. അപ്പോൾ ജാർഖണ്ഡിൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു, മഹാരാഷ്ട്രയിൽ എന്ത് വന്നു? തീർച്ചയായിട്ടും അത്രത്തോളം വൈവിധ്യതയുള്ള ഒരു രാജ്യമാണ് നമ്മൾ. അതുകൊണ്ടാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ അങ്ങനെയുള്ള വ്യത്യാസം വന്നത്. എന്നാലും മഹാരാഷ്ട്രയിലെ വിജയം തീർച്ചയായിട്ടും വലിയൊരു വിജയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ GDP സംഭാവന ചെയ്യുന്ന സംസ്ഥാനം, സമ്പദ്ഘടനയിൽ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു, പ്രധാനപ്പെട്ട നഗരങ്ങളുള്ള സംസ്ഥാനം. അതേസമയം കാർഷിക വ്യവസ്ഥയ്ക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും വളർച്ചയും വ്യത്യാസങ്ങളും വരുന്ന മഹാരാഷ്ട്ര ഒരു വലിയ സംസ്ഥാനവുമാണ്. സാമൂഹിക പുരോഗതിക്കും സാമ്പത്തിക പുരോഗതിക്കും എല്ലാം വളരെയധികം സംഭാവന ചെയ്യുകയും ഇനിയും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മഹാരാഷ്ട്രയ്ക്കും പ്രത്യേകിച്ചും മുംബൈ സിറ്റിക്കും ഒക്കെ ഉള്ള പങ്ക് നമുക്ക് നന്നായിട്ടറിയാം. രാജ്യത്തിൻ്റെ എക്കണോമിക് ക്യാപിറ്റലായിട്ടാണ് മുംബൈയെ തന്നെ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ സമ്പദ്ഘടനയിൽ അനുയോജ്യമായൊരു ഭരണം, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ കേന്ദ്രഭരണവും സംസ്ഥാന ഭരണവും ഒരുമിച്ച് പോകുന്നൊരു സാഹചര്യത്തിനെയാണ് പൊതുവെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പലപ്പോഴും അനുകൂലമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കിട്ടുന്ന മിന്നുന്ന വിജയത്തിൻ്റെ പിറകിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനുള്ള തുടർച്ച എന്നുള്ളതിനോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികൾക്ക് നൽകിയ സംഭാവനകൾ നമുക്കറിയാം. വനിതകളെയും പെൺകുട്ടികൾക്കും കൃഷിക്കാർക്കും കർഷകർക്കും വളരെ പാവപ്പെട്ടവർക്കും എല്ലാം പുതിയ പുതിയ പദ്ധതികളും ക്ഷേമ പദ്ധതികളും പരിപാടികളും എല്ലാം ഗവൺമെൻറ് നൽകിയിരുന്നു. അത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ എല്ലാം കൂടെ ഒരു സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, അങ്ങനെ തന്നെയാണ്. മഹാരാഷ്ട്രയിലും ഡോക്ടർ ഗോപകുമാർ പറഞ്ഞതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും അതേപോലെ തന്നെ ജാർഖണ്ഡിലും വ്യത്യസ്ത നിലയിലാണ് ആളുകൾ പ്രതികരിച്ചിട്ടുള്ളത്.